സ്നേഹമുള്ളവരെ, എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള ഏകം ചാനലിൽ എന്നെക്കുറിച്ച് ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. ആ വീഡിയോയിലെ കണ്ടൻറ്റ് ഇതാണ്. ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ആ എപ്പിസോഡ് ചെയ്തത് ഒരു നിലവാരം കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ ആയിട്ടാണ് പ്രസ്തുത ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നത്. ഈ ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ ആർക്കിയോളജിസ്റ്റാണ്, ജനറ്റിക്സിനെ കുറിച്ച് പഠിച്ച ആളാണെന്നൊക്കെയാണ് ക്ലെയിം ചെയ്യണത്. ഞാനൊരു നിലവാരമില്ലാത്ത പ്രൊഫസറാണ്. ജീവൻ ഫിലിപ്പിൻ്റെ നിലവാരം അറിയണമെങ്കിൽ ഏകം പ്രചരിപ്പിക്കുന്ന ആ വീഡിയോയുടെ 6-ാമത്തെ മിനിറ്റ് തൊട്ട് 6.5 മിനിറ്റ് വരെ ഒന്ന് പരിശോധിച്ചാൽ മതി. മാത്രമല്ല, ആ കുരിശിൻ്റെ കാർബൺ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം 6-ാം സെഞ്ച്വറിയിൽ 6 മുതൽ 9 ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കാവുന്നതാണ്. 6-ൽ ഉണ്ടാകാൻ വഴിയില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു 8-9 സെഞ്ച്വറിയിൽ ഉണ്ടാക്കപ്പെട്ട കുരിശായിരിക്കാം. സെൻറ് തോമസ് ക്രോസ് കാർബൺ ഡേറ്റിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്ന് അവതാരകൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കാർബൺ ഡേറ്റിന് വിധേയമാക്കിയതിന് ശേഷം അത് 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു ആർക്കിയോളജിസ്റ്റായിട്ടുള്ള അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. കാർബൺ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഓർഗാനിക് വസ്തുക്കളിലും മാത്രമേ പറ്റുള്ളൂ, കല്ലിൽ പറ്റില്ല. അപ്പോൾ ചോദ്യം ചോദിക്കുന്നവനോ ഉത്തരം പറയുന്നവനോ അത് കേട്ട് അർമാദിക്കുന്ന അതിനടിയിൽ കമൻ്റ് എഴുതിയിട്ടുള്ളവർക്കോ അറിഞ്ഞുകൂടാ കൽക്കുരിശിൽ കാർബൺ ഡേറ്റിംഗ് നടത്താൻ കഴിയില്ല എന്നുള്ളത്. ഇത് പ്രീ ഡിഗ്രി 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് പണ്ട് പഠിപ്പിച്ചിരുന്നതാണ്. കാർബൺ സംയുക്തങ്ങൾ ഉള്ളതിനെയാണ് ഓർഗാനിക് വസ്തുക്കൾ എന്ന് പറയുക. അവയിലും മാത്രമേ കാർബൺ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇതിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് 1960-ലാണ്. ഒരു ലബോറട്ടറിയിൽ പോയിട്ട് നമ്മൾ ബ്ലഡിൻ്റെ കൊളസ്ട്രോൾ പരിശോധിക്കുന്നു, ഇൻസുലിൻ പരിശോധിക്കുന്നു എന്ന് പറയുന്ന ലാഘവത്തോടെയാണ് കാർബൺ ടെസ്റ്റ് നടത്തിയെന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു.